തുടക്കത്തിൽ മന്ത്രി പറഞ്ഞൊരു വാചകം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം ഉൾപ്പെടെ സീറ്റുകൾ ബാക്കിയാണ് എന്നാണ് തുടക്കത്തിൽ മന്ത്രി പറഞ്ഞത്. സഭക്കകത്ത് മന്ത്രി അതേ വാദം ഉന്നയിച്ചു, സീറ്റുകൾ ബാക്കിയാണ് എന്ന്. പിന്നീട് അദ്ദേഹം പറഞ്ഞു +1 മുഴുവൻ കുട്ടികളും ജയിച്ച മുഴുവൻ കുട്ടികളും അപ്ലൈ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ആ വാദഗതിയും തെറ്റാണെന്ന് രണ്ടാമത് തെളിഞ്ഞു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു ഇനി +1 തന്നെ ചേരുന്ന താല്പര്യം മലബാറിലെ കുട്ടികൾക്കില്ല, അവർ ITക്കും പോളിക്കൊക്കെ പോകുന്നവരാണ്. എന്നാൽ ലോഗിൻ സമയം കഴിഞ്ഞപ്പോൾ CBSE കുട്ടികൾ ഉൾപ്പെടെ +1 ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന കണക്കുകൾ കണ്ടു. അപ്പോൾ നിരന്തരമായി കളവ് പറഞ്ഞൊരു മന്ത്രി, മലയാളി സമൂഹത്തോട് നിരന്തരമായി വിഷയത്തിൽ കളവ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മന്ത്രി, ആ മന്ത്രിയെ സഭക്കകത്ത് രാജ്യത്തെ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളെ സഭക്കകത്ത് വെച്ച് തിരുത്തിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു, തിരുത്തി പറയാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഞങ്ങൾ ജയിലിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയതാണ്. ബഹുമാനപ്പെട്ട MSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങൾ 13 പേർ, 12 പേർ തിരുവനന്തപുരത്ത് ജയിലിലും ഒരാൾ മഞ്ചേരി ജയിലിൽ ഉൾപ്പെടെ 13 പേരാണ് ജയിൽവാസം അനുഭവിച്ചത്. അതിനേക്കാൾ കൂടുതൽ തെരുവിൽ ഈ സമരത്തിൽ ഏർപ്പെട്ടവരുണ്ട്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി, മലപ്പുറം ജില്ലാ കമ്മിറ്റി, പാലക്കാടും കണ്ണൂർ ജില്ലാ കമ്മിറ്റി, MSFൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ നിരന്തരമായി തെരുവിൽ സമരത്തിലായിരുന്നു. ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് വെച്ച കാര്യം മലബാറിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ അവസരം ഉണ്ടാകണം. ഈ വർഷം ആരംഭിച്ചൊരു സമരമല്ല ഇത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കോവിഡിന് ശേഷം ഞങ്ങൾ ആരംഭിച്ച ഈ സമര പോരാട്ടത്തിൽ കഴിഞ്ഞ വർഷം മാത്രം 869 MSF പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞങ്ങൾ പ്രവർത്തകന്മാരെ കയ്യാൻ വെച്ച് കൊണ്ടുപോകുന്ന ചിത്രം കുറ്റ്യാടിയിൽ നിന്ന്, നമ്മൾ കൊയിലാണ്ടിയിൽ നിന്ന് നിങ്ങൾ കഴിഞ്ഞ തവണ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. മന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ ഞങ്ങൾ പ്രവർത്തകന്മാരെ തലതല്ലി പൊളിച്ചത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. കള്ളക്കണക്ക് കൊടുത്ത RDDയെ നിരന്തരമായി ഉപരോധിച്ചുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോയത്. വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഈ സമരം ഒരു വിജയകരമായ അന്ത്യത്തിലേക്ക് എത്തി. മന്ത്രി കുറവുണ്ട് എന്ന് സമ്മതിക്കുന്നിടത്ത് അതൊരു കുറ്റസമ്മതമായി ഞങ്ങൾ കാണുന്നു. അതിന് പരിഹാരം ഉടനടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞതിനെ, ആ പദവിയെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. അതുകൊണ്ട് ഉടനടി ഇതിൻ്റെ പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ജാഗ്രതയോടുകൂടി ഞങ്ങൾ ഈ തെരുവിലുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന എഴുത്തുകൾ, കുത്തുകൾ, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, ഈ പറയുന്ന 2 അംഗ കമ്മീഷൻ്റെ മൂവ്മെൻറ്റുകൾ, അവരെ നേരിട്ട് കാണാൻ ഞങ്ങൾ ശ്രമിക്കും. നിരന്തരമായി ഇതിന് പിറകിൽ ഞങ്ങൾ ഉണ്ടാകും. ഇതിനു മുൻപേ കേരളത്തിലെ മലബാർ മേഖലയിലെ ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ഡിഗ്രിയിലെ സീറ്റ് കുറവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ വെച്ചിരുന്നു. ആ കമ്മീഷന് കൃത്യമായി ഡേറ്റും കൊടുത്തിരുന്നു. അതിൽ ഒരു ഫോളോ അപ്പും പിന്നെ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം +1 വിഷയത്തിൽ ഇല്ലാതിരിക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് മലബാറിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ തെരുവിൽ കാവലിരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പ്രത്യക്ഷ സമരം അവസാനിക്കുമ്പോഴും ഞങ്ങൾ നിരന്തരമായി അതിന് കാവലിരുന്നു കൊണ്ട് അതിന് പിറകിൽ മലബാറിൽ അവസാനത്തെ വിദ്യാർത്ഥിക്കും സീറ്റ് കിട്ടുന്നവരെ ഈ പോരാട്ടം അവസാനിക്കുകയല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് വലിയ പിന്തുണ നൽകിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ, വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളെ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ, ഞങ്ങളുടെ സമരങ്ങളെ സമൂഹത്തോട് പറയാൻ, ഞങ്ങൾക്ക് സമൂഹത്തോട് സംസാരിക്കാൻ അവസരം നൽകിയ, ഇതിൻ്റെ ഭീകരതയെ കണക്കുകൾ സഹിതം മുന്നോട്ട് വെച്ച, ഞാൻ നേരത്തെ പറഞ്ഞ 3 തവണ കളവ് പറഞ്ഞിട്ടുള്ള മന്ത്രിയെ പല മാധ്യമങ്ങളും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കള്ളക്കണക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഈ സമരത്തിൻ്റെ ഊർജ്ജമാണ്. ഞങ്ങളെ സമരത്തിന് വലിയ ബലം നൽകിയിട്ടുണ്ട്. മലബാറിലെ വിദ്യാർത്ഥികളോട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കാണിച്ചത് വലിയ പിന്തുണയാണ്. ആ പിന്തുണയ്ക്കും നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്.